എൻ്റെ പേര് രേഷ്മ. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് താമസം. എൻ്റെ ഡെലിവറിക്ക് ശേഷം ആദ്യത്തെ ഡെലിവറിയും രണ്ടാമത്തെ ഡെലിവറിയും ഞാൻ എൻ്റെ പ്രസവരക്ഷ കണ്ണംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടത്തിയത്. അപ്പം ഞാൻ ആദ്യത്തെ ഡെലിവറിയുടെ അതായത് ആദ്യത്തെ പ്രസവരക്ഷയുടെ ഇതിനെ പറ്റി കുറേ ഹോസ്പിറ്റൽസും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അവസാനം നല്ലൊരു റിവ്യൂ കമൻസ് കൂടുതലും കണ്ണംകുളത്തെ പ്രസവരക്ഷ, അതായത് കണ്ണംകുളത്തെ പ്രസവരക്ഷയൊക്കെ ആയിരുന്നു കൂടുതൽ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തത്. അപ്പം ഇവിടെ സാറിനായിട്ട് എൻക്വയറി ചെയ്ത് അങ്ങനെ 16 ദിവസത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പം ഡോക്ടർ വൈസായിരുന്നാലും നമ്മളെ കെയർ ടേക്ക് ചെയ്യുന്ന ആൾക്കാർ സ്റ്റാഫ്സ് ആയിരുന്നാലും എല്ലാം നല്ലൊരു നമ്മളെ കൂടെ ഒപ്പത്തിന് ഓരോ ദിവസവും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഉള്ളവരാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിവിടെ. എൻ്റെ ഫസ്റ്റ് ഡെലിവറി അത് അത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ സെക്കൻഡ് ഡെലിവറിയുടെ ശേഷമുള്ള പ്രസവരക്ഷ ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ചികിത്സാ രീതിയും അതുപോലെ എൻ്റെ ബോഡി നല്ലൊരു വ്യത്യാസം. എനിക്ക് ബാക്ക് പെയിൻ ആണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കിരിയൊക്കെ ശേഷം നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം എനിക്ക് അതേ സെയിം ഇഷ്യൂ ആണ്, ബാക്ക് പെയിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇപ്പം 16 ദിവസം കഴിഞ്ഞു. ഇന്ന് ഞാൻ 16 ദിവസത്തെ ചികിത്സ ഇന്ന് കഴിയണം. അപ്പം ബാക്ക് പെയിൻ്റെ അതേ നല്ലൊരു വ്യത്യാസമുണ്ട് എനിക്ക്. അപ്പം ഇനിയും അതിന് ശേഷമുള്ള എന്താ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം നല്ല കൺസൾട്ട് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റിനൊപ്പം തന്നെ അവര് കൺസിഡർ ചെയ്യുന്നതാണ് ഫുഡ് കാര്യങ്ങൾ, കുറുക്കുകൾ, അതുപോലെ അരിഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ടൈപ്പ് കുറുക്കുകൾ തന്നെ ഇവര് നമുക്ക് നമ്മുടെ ബോഡിയുടെ ആ ഒരു ഹെൽത്തിന് വേണ്ടി ഇവര് നൽകുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. അപ്പം എപ്പോഴും ഞാൻ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് കണ്ണംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റല് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരുന്നാലും എൻ്റെ മറ്റു റിലേറ്റീവ്സിൻ്റെ അടുത്തായാലും ഞാൻ അവരടുത്ത് പറയും. സോ താങ്ക് യു കണ്ണംകുളത്തി, അതുപോലെ ഡോക്ടേഴ്സിനോടും മറ്റു സ്റ്റാഫ്സിനോടും, പ്രത്യേകിച്ച് എന്നൊക്കെ അതിൻ്റെ കെയർ ടേക്കറായിട്ട് വന്ന രജിത ചേച്ചിയോടും. എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് ഷീല ആൻറ്റി ആയിരുന്നു. അപ്പം രണ്ടുപേരത്തോളം എൻ്റെ ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച്.